ആലങ്കോട് ഉദിനപ്പറമ്പിൽ മദ്യലഹരിയിലെത്തിയ യുവാക്കൾ അക്രമം നടത്തിയതായി പരാതി. ആൾക്കൂട്ടത്തിലേക്ക് വാഹനമിടിച്ചു കയറ്റിയാണ് ലഹരി സംഘം ആക്രമണം നടത്തിയത്. അക്രമത്തിൽ 3 പേർക്ക് പരിക്കേറ്റു, ഒരാൾക്ക് വെട്ടേറ്റിട്ടുമുണ്ട്. ഉദിനപ്പറമ്പ് സ്വദേശികളായ സുബൈർ, റാഫി, ലബീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മാരകായുധങ്ങളുമായി വന്ന സംഘമാണ് അക്രമം നടത്തിയത്. അക്രമത്തിൽ സുബൈറിനെ വാൾ കൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. സുബൈറിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച റാഫിയെ ഇരുമ്പുവടി കൊണ്ട് കഴുത്തിന് പുറകുവശത്ത് അടിക്കുകയായിരുന്നു. അക്രമം നടത്തി തിരിച്ചു പോകുന്ന വഴിയാണ് ലബീബിനെ വാഹനമിടിച്ചു തെറിപ്പിച്ചത്. സുബൈറിന് തലയിൽ 9 തുന്നലുണ്ട്. പരിക്കേറ്റ 3 പേരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ ഓർക്കിഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഉദിനപ്പറമ്പ് പ്രദേശത്ത് ലഹരി മാഫിയ സംഘത്തിന്റെ അഴിഞ്ഞാട്ടമുണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ചാനൽ ന്യൂസ് എടപ്പാൾ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.